പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. ദൈവസന്നിധിയിൽ ഈ നല്ല പ്രഭാതം ദൈവം എന്നെ ചിന്തിപ്പിച്ച ഒരു ദൈവവചന സന്ദേശത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ കാതുകളെ കുറിപ്പിക്കാം. എല്ലാ മിസ്ബ വർഷിപ്പ് സെൻ്റർ വിശ്വാസികൾക്കും ശ്രേഷ്ഠരായ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുള്ളവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ഒരു ശ്രേഷ്ഠകരമായ ദൈവശബ്ദം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പരിശുദ്ധ ആത്മാവ് ഇടപെടുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടോ? ആത്മീയ ജീവിതത്തിൽ വേദനകളുണ്ടോ? ക്രിസ്തീയ ജീവിതം കഷ്ടതകൾ കൊണ്ട് നിറഞ്ഞതാണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയില്ല എന്ന്, ക്രിസ്തീയ ജീവിതത്തിൽ വേദനകളില്ല എന്നും, അല്ലെങ്കിൽ ആത്മീയ ജീവിതം ഒരു ലക്ഷൂറിയസ് ലൈഫാണെന്നുമൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ പ്രതിമയായ തേജസ് വഹിക്കുന്നത് സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷക്ക് ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 4:4 അങ്ങനെ വായിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ പ്രവർത്തിക്കുന്നത് വെളിച്ചത്തിലല്ല, അവർ പ്രവർത്തിക്കുന്നത് ശക്തമായ ഇരുണ്ട മേഖലകളിലാണ്. ആമേൻ. അവരിലെ പ്രകാശം കൊണ്ട് ഇരുട്ടിലുള്ള പലതും കാണുവാൻ കഴിയുന്നത് പോലെ അവർ കർത്താവിന് വേണ്ടി കഷ്ടതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ ശുശ്രൂഷകൾ ലഭിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ, കർത്താവിനെ അറിയാനിടയായ ഒരാൾ 4:2 ഇങ്ങനെ വായിക്കുന്നു, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും ശക്തമായ സുവിശേഷം, കർത്താവിൻ്റെ നാമം, അത് നിമിത്തമുണ്ടാകുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നൊരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിഷയം പൗലോസ് ഇവിടെ കൊടുക്കുമ്പോൾ പലരുടെ ഒരു ചിന്തയാണ്, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുണ്ടല്ലേ? യെസ്, നിശ്ചയമായി ഉണ്ട് എന്നാണ് വായിക്കുന്നത്. എങ്കിലും എന്നൊരു വാക്ക് അവിടെ പൗലോസ് പറയുകയാണ്. ബട്ട് we have this treasure in earthen vessel, that the excellency of the power may be of God, not of us.
എന്നാൽ ഇവിടെ വായിക്കുകയാണ്, ഈ ആത്യന്തിക ശക്തി ഞങ്ങൾക്ക് മൺകൂടാരത്തിലത്രേ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടുന്നില്ല. കണ്ടോ, ആ ആത്യന്തിക ശക്തി അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യം ഒരു ദൈവമൈതലിൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നല്ല, ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ആ ബുദ്ധിമുട്ടിൻ്റെ മീതെ നിരാശയില്ല. കഷ്ടതയുണ്ട്, എന്നാൽ ആ കഷ്ടതയ്ക്കു മീതെ അവർ ഞെരുങ്ങിയിരിക്കുന്നില്ല അല്ലെങ്കിൽ ഇടുങ്ങിയിരിക്കുന്നില്ല. ഉപദ്രവങ്ങളുണ്ട്, എന്നാൽ ഉപദ്രവത്തിനകത്ത് ആരുമില്ലാത്തവനെ പോലെ ഉപേക്ഷിക്കപ്പെടുന്നില്ല. അതുപോലെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു, വീണു കിടക്കുന്ന അനുഭവങ്ങളുണ്ട്, എങ്കിലും പൂർണ്ണമായി നശിച്ചു പോകത്തില്ല. ഒരു ദൈവത്തിൻ്റെ പൈതൽ ഈ നല്ല പ്രഭാതത്തിൽ ഓർക്കണം, ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിലും നിനക്ക് വേണ്ടി വഴി ഒരുക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. അതിന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ആത്യന്തിക ശക്തിയിൽ നാം ആശ്രയിക്കണം. നമ്മുടെ കയ്യിൽ കുറച്ച് സാമ്പത്തിക നന്മ ഉണ്ടെങ്കിൽ, നമ്മുടെ കരങ്ങളിൽ കുറച്ച് സേവിങ്സ് നമ്മുടെ ബാങ്കിലുണ്ടെങ്കിൽ, നിശ്ചയമായും നമ്മൾ എന്ത് ചെയ്യും? ഒരാവശ്യം വരുമ്പോൾ ആ സാമ്പത്തികം സേവിങ്ങിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒരാളുടെ കയ്യിൽ ആ സേവിങ് ഇല്ല എങ്കിൽ അയാൾ മറ്റൊരാളുടെ കടം വാങ്ങിക്കേണ്ടി വരും, ബോറോ ചെയ്യേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ വേറെ ആളോട് ഡിബേറ്റ് ക്രെഡിറ്റ് ആവശ്യപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഡെപ്റ്ററായി മാറുമ്പോൾ, ഒരു ക്രെഡിറ്ററായി തീരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബോറോവറായി മാറുമ്പോൾ നമ്മൾ വേറൊരാളുടെ ബോണ്ടേജസിലേക്ക് മാറുകയാണ്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഈ ആത്യന്തിക ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഇടുങ്ങുന്നില്ല. കണ്ടോ, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഞങ്ങൾ ഇടുങ്ങുന്നില്ല. കഷ്ടതയുടെ ആഴങ്ങളിരിക്കുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തെ ശ്രദ്ധിക്കുന്നെങ്കിൽ, നിന്റെ ഈ ഇടുക്കത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരാളാണ് നിന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്യന്തിക ശക്തി. ഈ ദിവസങ്ങളിൽ ദൈവശക്തിയിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുക, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. ഈ ഇടുക്കത്തിനകത്തുകൂടി ഈമേൻ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ ഇടുക്കത്തിൽ നിന്നും ദൈവം കഷ്ടതയിൽ നിന്ന് ഉദ്ധാരണത്തെ നൽകും. നിരാശ വരുത്താതെ വണ്ണം നിന്റെ ബുദ്ധിമുട്ടിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. ഇടുങ്ങിപ്പോകാതെ വണ്ണം കഷ്ടതയിൽ ദൈവം വിടുവിക്കും. ഉപേക്ഷിക്കപ്പെട്ട് കിടക്കാതെ വണ്ണം ഈ ഉപദ്രവമായ അനുഭവത്തിൽ ദൈവം വിടുവിക്കും. നശിച്ചു പോകാതെ വണ്ണം കിടക്കുന്നിടത്തും ദൈവം എഴുന്നേൽപ്പിക്കും. ആരോടോ ദൈവാത്മാ പറയുന്നു. ഒരു പക്ഷേ ഒരു രാജ്യത്തിരുന്ന് വേദന സഹിക്കുകയായിരിക്കാം, ഒരു പക്ഷേ ഒരു ഭവനത്തിനകത്തിരുന്ന് ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കാം, ഒരു പക്ഷേ ആമേൻ ഒരു കുടുംബത്തിനകത്തിരുന്ന് കഷ്ടം സഹിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം, ഒരു പക്ഷേ ആമേൻ ഒരു കോളേജിലിരുന്ന് നീ ദുഃഖം അനുഭവിക്കുകയായിരിക്കാം, ഒരു പക്ഷേ വിദ്യാഭ്യാസത്തെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഭാവിയെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ആമേൻ ലൈഫിൻ്റെ ആമേൻ ഇനി വരാൻ പോകുന്ന ആമേൻ ചില വേദനിക്കുന്ന സത്യങ്ങളെ ഓർത്തുകൊണ്ട് നീ ചിലപ്പോൾ വേദനിക്കുകയായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, അപ്പോഴൊക്കെയും ഈ ആത്യന്തിക ശക്തി നിനക്കൊരു സേവിങ് ആണ്. ഈ ദിവസങ്ങളിൽ ആമേൻ ആമേൻ ആ നഷ്ടപ്പെട്ടു പോയ ഭർത്താവ്, നഷ്ടപ്പെട്ടു പോയ ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ, അവൾ ഓടി വന്ന് പറയുന്ന വാക്കുണ്ട്, അടിയൻ്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു, കടവിപ്പോഴുണ്ട്.
അവിടെ ഒരു മറുപടി എലീശ കൊടുക്കുകയാ. നിന്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നുവെങ്കിൽ ഈ കടക്കാർ വന്നതും, കടക്കാർ ഇന്ന് നിന്റെ കുഞ്ഞിൻ്റെ കരത്തിൽ പിടിക്കാൻ വന്നതും ഭക്തിയോടെ ജീവിച്ചതിൻ്റെ ഒരു പ്രതിഫലമാണെങ്കിൽ നീ ഈ ബുദ്ധിമുട്ടിനകത്ത് നീ കഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിശ്ചയമായി നിന്റെ വീടിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട്. അപ്പോഴാണ് അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണ ഉണ്ട്. അപ്പോൾ എലീശ പറഞ്ഞു, നീ വീട്ടിൽ പോയി പ്രാർത്ഥിക്ക്. അറയ്ക്കകത്ത് മുറിക്കകത്ത് കടന്ന് പാത്രങ്ങളിൽ വിശ്വാസത്തെ പകര്, അത് നിറയും. നിശ്ചയമാ ദൈവത്തിൻ്റെ കുഞ്ഞെ, നിന്നിൽ വ്യാപരിക്കുന്ന അത്യന്തിക ശക്തി കൊണ്ട് ദൈവം നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. ഏലിയാവെന്ന ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിനു വേണ്ടി നിൽക്കുകയാണ്. കർത്താവിൻ്റെ ശക്തിയുള്ള മനുഷ്യൻ, ആത്മബലമുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ കൈകൂടെയുള്ള മനുഷ്യൻ ദൂത് പറഞ്ഞ് കെരീത്ത് തോട്ടിൽ പോയിരിക്കുകയാണ്. എന്നാൽ കെരീത്ത് തോട്ടിൽ പോയിരിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. സാധാരണക്കാരുടെ കയ്യിലല്ല, ഒരു കടയിൽ പോയി വാങ്ങിക്കുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ട് തരും എന്നല്ല. ഞാൻ പറയുന്ന സമയം വരെ നീ അവിടെ ഒളിച്ചിരിക്കുന്നത് ഒരിക്കലും എന്നേക്കുമല്ല, ഒരു കാലഘട്ടത്തിലേക്കാണ്. ഒളിച്ചിരിക്കുന്ന അനുഭവത്തിൽ ഏലിയാവിനെ ആരും അറിയുന്നില്ല, ഏലിയാവിനെ ആർക്കും വേണ്ട, ഏലിയാവിനെ കുറിച്ച് ആരും ഒന്നും തിരക്കുന്നുമില്ല. ഏലിയാവിനെ കൊല്ലുവാൻ തിരക്കുന്നതല്ലാതെ ഏലിയാവെന്ന ദൈവമനുഷ്യനെ അറിയാവുന്ന ആരും ഏലിയാവിനെ തിരക്കുന്നതായും അന്വേഷിച്ചിറങ്ങുന്നതായിട്ടും വചനത്തിലില്ല. പക്ഷേ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏലിയാവിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയ ദൈവം അവനെ ഒറ്റപ്പെടുത്തിയില്ല. അവന് പ്രഭാതത്തിലും വൈകുന്നേരത്തും ഒരു കാക്ക, അല്ലെങ്കിൽ ഒരു മലങ്കാക്ക, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ റാബൻ, റാഞ്ചൻ പക്ഷിയുടെ കരത്തിൽ അവൻ അപ്പവും ഇറച്ചിയും കൊണ്ടേയിരുന്നു. അവിടെ എന്താ മനസ്സിലാക്കുന്നത്? ദൈവത്തിന് വേണ്ടി നിന്ന ദൈവമനുഷ്യൻ ഒറ്റപ്പെടുവാൻ ദൈവം അനുവദിച്ചോ? ഇല്ല. ഉപദ്രവം സഹിക്കുന്നവരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. ആമേൻ. ഒളിച്ചു പാർക്കേണ്ടി വരുന്നു എങ്കിലും ആരുമില്ലാതാകുന്നില്ല. ദൈവം വിശ്വസ്തനാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ തലയെടുക്കാൻ വേണ്ടി, കൊന്നുകളയാൻ വേണ്ടി ഇസബേൽ എന്ന ദുഷ്ട മന്ത്രവാദിനിയായിരിക്കുന്ന ആ രാജ്ഞി ആഹാബ് എന്ന രാജാവിനോട് പറഞ്ഞു, അവനെ കൊല്ലും നാളെ ഈ നേരത്ത്. ആ സമയത്ത് സംഭവിച്ചൊരു വിഷയമുണ്ട്. ഏലിയാവിന് ഭയം വന്നു. അവൻ ഭയപ്പെട്ടു പോയി. അവൻ പോയി എന്ത് ചെയ്യുകയാ? ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ബെർഷേബ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ദൂരം ചെന്ന് അവിടെ കിടക്കുന്നു. ആ കിടക്കുന്ന ഇടത്ത് കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, ഏലിയാവേ, നീ എഴുന്നേറ്റ് ഭക്ഷിച്ച് പാനം ചെയ്യ, നിനക്ക് ദീർഘദൂര യാത്ര ചെയ്യാനുണ്ട്. കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകത്തില്ല. ഈ അത്യന്തിക ശക്തിയുള്ളവൻ ചിലപ്പോൾ വേദന കൊണ്ട് കിടന്നു പോകും, ചിലപ്പോൾ മനോഭാരം കൊണ്ട് കിടന്നു പോകും. അവൻ നശിക്കത്തില്ല. അവൻ അപ്പവും ഇറച്ചിയും വെള്ളവും അടയും ഒക്കെ കൊടുത്ത് ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു യാത്രയുണ്ട്. നിശ്ചയമായി ഇന്ന് ഈ പ്രഭാതത്തിൽ ദൂത് കേൾക്കുന്നൊരു ദൈവത്തിൻ്റെ പൈതനോട് പറയുന്നു, നീ ഇന്നായിരിക്കുന്ന മുറിയിൽ നിന്നും നിനക്കൊരു യാത്രയുണ്ട്. നീ കിടക്കുന്ന ഇന്നനുഭവിക്കുന്ന ആ ഞെരുക്കത്തിൻ്റെ കിടപ്പിൽ നിന്നും, ഭയത്തിൻ്റെ കിടപ്പിൽ നിന്നും നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു എഴുന്നേൽപ്പുണ്ട്. വീണ്ടും ഏലിയാവ് യാത്ര ചെയ്തു. ഒരു ഗുഹയ്ക്കകത്ത് പോയി 40 ദിവസം പാർത്തിരിക്കുമ്പോൾ ഏലിയാവ് ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ മരണം ശരീരത്തിൽ വഹിക്കേണ്ടി വരുന്നു. ഇതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാ. ഇതിനേക്കാൾ നല്ലത് ദൈവം എൻ്റെ ജീവനെ എടുക്കുന്നതാ. പക്ഷെ അപ്പോഴും 12-ാമത്തെ വാക്യം 4:12 ശക്തമാ. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. എന്താ? മരിക്കാൻ ഇച്ഛിക്കുമ്പോഴും ഏലിയാവിനോട് ദൈവം പറയുകയാ, നീ പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിൽക്ക്. കൊടുങ്കാറ്റ് കടന്നുപോയി, ഒരു ഭൂകമ്പം കടന്നുപോയി, ഒരു തീജ്വാല കടന്നുപോയി. നമ്മുടെ ദേശത്ത് നടന്ന ഭൂകമ്പവും ലാൻഡ് സ്ലൈഡിങ്ങും വെള്ളപ്പാച്ചിലും ഒക്കെ കണ്ടവരാണ്. ചോദിക്കട്ടെ, ഭൂകമ്പം കടന്നുപോയി, കാട്ടുതീ കടന്നുപോയി, അതിന് ശേഷം കൊടുങ്കാറ്റ് കടന്നുപോയി, പാറകൾ തകർന്നു, മരങ്ങൾ പിഴുതു മാറി, ഭൂകമ്പം, ഭൂമിക്ക് പോലും ഇളക്കങ്ങൾ സംഭവിച്ചു.
മലകളൊക്കെ ഇടിഞ്ഞ് താന്നു കാണും. അപ്പോൾ ഭയത്തോടെ ആ ഗുഹയ്ക്കകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനോട് ദൈവം പറയാ, നീ ഒന്ന് വെളിപ്പെടുത്ത്, നിന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്ത്, നീ പുറത്തു വാ. അങ്ങനെ ഏലിയാവ് പുറത്തു വന്ന് നിൽക്കുമ്പോൾ ദൈവം പറയാ, നീ ഇന്ന് മരിക്കാൻ ആഗ്രഹിച്ചാൽ നിന്റെ ജീവൻ കൊണ്ട് നീ ഇന്ന് ഈ അനുഭവിക്കുന്ന മരണഭീതി നിന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷയുടെ പ്രതികൂലത്തെ കാണിക്കുന്നതാണ്. നിന്റെ ഈ പരിശുദ്ധാത്മ സാന്നിധ്യം നീ എവിടെ കൊണ്ട് കളയും? ദൈവം പറഞ്ഞു, നിന്റെ ഈ അത്യന്ത ശക്തി കൊണ്ട് ജീവിക്കേണ്ട ചിലരുണ്ട്, കണ്ടോ? അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങൾ ജീവനും വ്യാപരിക്കുന്നു. അങ്ങനെ ഏലിയാവോട് പറഞ്ഞു, നീ പോണം, ഇപ്പോൾ തന്നെ നിന്റെ മേൽ കിടക്കുന്ന ഈ ശക്തി ചിലർക്ക് പകരണം. ദമ്മേശക്ക് വഴിയായി മടങ്ങി പോകണം. നിന്ദിച്ചവരുടെ കാണുക നീ മടങ്ങിപ്പോണം. ആരുമില്ലെന്ന് പറഞ്ഞവർ കാണുക നീ ഓടണം. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ചെന്ന് എലീശയെ നിനക്ക് പകരം പ്രവാചകനായും ഹസായേലിനെ രാജാവായും യേഹുവിനെ ഇസ്രായേലിനെ രാജാവായും നിനക്കെതിരെ വെല്ലുവിളിച്ച ആ ശത്രു സൈന്യത്തിൻ്റെ മീതെ, ആ ഇസബേലിൻ്റെ ആഹാബിൻ്റെ കുതന്ത്രങ്ങൾക്ക് മീതെ ഒരു അഭിഷിക്തനെയും നീ രാജാവായി അഭിഷേകം ചെയ്യണം. ഇത്രയും ശുശ്രൂഷ നിന്നിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിന് ചെയ്യാനുണ്ട്. നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, നമുക്കാരുമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഈ നിക്ഷേപം കിടക്കുന്ന മൺപാത്രത്തിനകത്തെ ഈ നിക്ഷേപത്തിന് ചിലത് ചെയ്യാനുണ്ട്. മൺപാത്രത്തിൻ്റെ മേൽ അടിക്കുന്ന പ്രതികൂലത്തിൽ മൺപാത്രം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ദൈവാത്മാ പറയാ, ഈ ആത്യന്തിക ശക്തി നിനക്ക് ഒരു നിക്ഷേപമാണ്. ദൈവകരങ്ങളിൽ ആശ്രയിക്കുക കുഞ്ഞെ. ദൈവം വാതിലുകൾ തുറക്കാൻ പോകുന്നു. അഭിഷിക്തനെ എഴുന്നേറ്റ് യാത്ര തുടര്. പരിശുദ്ധാത്മ നിങ്ങളെ മാനിക്കും. May God bless you from Mizpah Worship Center. Bye-bye.